ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ടീ കോസ്റ്റർ ചെയ്യാനാണ്. ഒരു അടിപൊളി കളേഴ്സിലാണ് നമ്മൾ ചെയ്ത് എടുത്തിട്ടുള്ളത്. വൈറ്റ്, ലീഫിന് ഗ്രീന്, അതുപോലെ നമ്മൾ ഫ്ലവറിന് റെഡ്, നമുക്ക് ഏത് കളറിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം ഞാൻ ഈ 3 കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ഒരു പെട്ടെന്ന് തന്നെ എല്ലാ ബിഗിനേഴ്സിനും നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം, എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു ടീ കോസ്റ്റർ, ഒരു ടീ വെക്കാനുള്ള, അതല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ വേസൊക്കെ വെക്കാനുള്ള ഒരു മാറ്റായിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് കളേഴ്സിലും അതുപോലെ എത്ര വലുപ്പത്തിലും വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് നമുക്കിങ്ങനെ ഒരു ബൊക്കെ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു ഫ്ലവറിൻ്റെ ബൊക്കെ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു അടിപൊളി കോസ്റ്ററാണ് ഇത്. അപ്പോൾ നമുക്കിന്നിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുക. നമ്മൾ ഗ്രീൻ ലീഫ് വെച്ചിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്, ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റെഡിന് പകരം നമുക്ക് യെല്ലോ ഫ്ലവേഴ്സ് വെക്കാം. അതുപോലെ തുലിപ്പിൻ്റെ കളേഴ്സ് തുലിപ്പിൽ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഫ്ലവേഴ്സ് ചെയ്തത് റോസ് ഫ്ലവറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ഇത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഈ ബ്രൈഡ്സിനൊക്കെ ഇങ്ങനെ കൈമൽ വെക്കാനൊക്കെ പറ്റിയ ഒരു ബൊക്കെ പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കോസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ 3 കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. 4 പ്ലേയുടെ ഈ 10 രൂപൻ്റെ ഒരു അക്രിലിക് യാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ 2.5 4 പ്ലേ ആയതുകൊണ്ട് 2.5 mm ഹുക്ക് സെറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള യാണ് യൂസ് ചെയ്യുക. ഞാനിവിടെ വൈറ്റ് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ മാജിക് സർക്കിളിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 ചെയിൻ ചെയ്യുക. ഈ 3 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. ഇത് നമുക്ക് യാണോട് ചെയ്തിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോട് ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണോട് ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ വീണ്ടും 2 ലൂപ്പ് വരും. യാണോട് ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടേണ്ടത്. നമ്മളിതിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമ്മൾ 3 ചെയിൻ കൗണ്ട് ചെയ്യാതെ നമുക്ക് 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈലൻഡ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ സർക്കിൾ മൂവ് ആവും. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സർക്കിളാണ് കിട്ടുക. ഇനി 3 ചെയിൻ ചെയ്യുക. ഈ ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. ഇനി ഇവിടെ നമുക്ക് ഒരു രണ്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സെയിം സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഈ ഒരു സ്പേസിൽ ഈ ഒരു 3 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യാതെ ഈ ഒരു സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇൻക്രീസിങ് റൗണ്ടാണ് ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചിലും 2 വീതം ചെയ്യുക. ഈ ഒരു 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ അതുപോലെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ നമ്മൾ ആ ഒരു 12 സ്റ്റിച്ചിനെ 24 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനിൽ തന്നെ 2 സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. അപ്പോൾ ഒരു ചെയിനിൽ തന്നെ നമ്മൾ രണ്ടെണ്ണം വീതം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയിൻ 1ഉം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. താഴെ നമ്മൾ മാജിക് സർക്കിളിൽ 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു റൗണ്ട്, സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു 12 സ്റ്റിച്ചിനെ നമ്മൾ ഇൻക്രീസിങ് ചെയ്ത് രണ്ടെണ്ണം വീതം ഇൻക്രീസിങ് ചെയ്ത് 12 സ്റ്റിച്ചിനെ നമ്മൾ 24 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 2 സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെയിൻ 1 ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓരോ സ്റ്റിച്ചിന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ 1 ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ആ ഒരു ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ എഴുതി വെക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നമ്പർ 24 എണ്ണം കിട്ടണം എന്ന് പറയുമ്പോൾ കറക്റ്റ് 24 സ്റ്റിച്ചസ് കിട്ടണം. അപ്പോൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്യുക, 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ, അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ചെയിൻ 1 ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ കൗണ്ട് ചെയ്യുക. അങ്ങനെ കൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് സർക്കിൾ കിട്ടും. ഓരോ റൗണ്ടും കൗണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് നമുക്ക് 12 സെറ്റ് കിട്ടിക്കണമെന്ന് നോക്കാം. ഈ 3 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യാതെ 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണമായിട്ടില്ല, 11 എണ്ണമായിട്ടുള്ളൂ. 3 4 5 6 7 8 9 10 11. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണേ. ചെയിൻ 1 ചെയ്യാൻ മറക്കരുത്. ചെയിൻ 1 ചെയ്യുക, ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ 12 സെറ്റ് തന്നെ കിട്ടും. രണ്ടെണ്ണം വീതം, അങ്ങനെ ടോട്ടൽ 24 സ്റ്റിച്ചസ് കിട്ടും. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി തേർഡ് റൗണ്ട് നമ്മൾ 3 ചെയിൻ ചെയ്യുക. ഈ 3 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യൂല. ഇനി അടുത്ത ഫസ്റ്റ് ചെയിനിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, സെയിം സ്പേസിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 2 ഡബിൾ ക്രോഷ്യ ആണ് ഉള്ളത്. ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയിൽ നമുക്ക് ഒരു ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സെറ്റിൽ നമുക്ക് ഈ 3 ചെയിൻ കൗണ്ട് ചെയ്യാതെ നോക്കുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ 2 എണ്ണം ചെയ്തു, സെക്കൻഡ് വണ്ണിൽ നമ്മൾ 1 ചെയ്തു, അങ്ങനെ ടോട്ടൽ നമുക്ക് 3 എണ്ണമാണ് ഈ ഒരു സെറ്റിൽ കിട്ടുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യാം. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യയുടെ നേരെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത സെറ്റിലെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ നേരെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ഉണ്ട്, അതിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ സെറ്റിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതമാണ് കിട്ടുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ഇനി ഈ ഒരു സെറ്റിലത്തെ ഫസ്റ്റ് DCയുടെ മുകളിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിലും നമുക്ക് 3 സെറ്റ് DC കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ നേരെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക. അപ്പോൾ 2 എണ്ണമായി. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ്യേൻ്റെ നേരെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോഴും നമുക്ക് 3 സ്റ്റിച്ച് കിട്ടി. ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് വണ്ണിൽ ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമുക്ക് 3 സെറ്റ് കിട്ടി. ചെയിൻ 1 ചെയ്യുക. ഇതാണ് നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതി വെക്കുക, എഴുതി വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ നമുക്ക് 12 സെറ്റ് തന്നെയാണ് കിട്ടുക. ഈ ഒരു സെറ്റിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഉണ്ടാവും എന്നൊക്കെ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നമുക്ക് വീഡിയോ ഓൺ ആക്കുകയും ചെയ്യാം. ഈ ഒരു പാറ്റേൺ ചെയ്ത് നോക്കുക, വീഡിയോ ഓൺ ആക്കിയിട്ട് സെയിം ചെയ്ത് നോക്കുക. എന്നിട്ട് എഴുതി വെച്ചതും ഈ വീഡിയോയിൽ ചെയ്തതും നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൽ 3 ഡബിൾ ക്രോഷ്യയുടെ 12 സെറ്റാണ് കിട്ടുക. അതിനൊക്കെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ 1 ചേർത്ത് കൊടുക്കും വേണം. അപ്പം അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ റൗണ്ടിൽ മുഴുവൻ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് എത്തുന്നവരെ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് കളേഴ്സിലും വേണമെങ്കിൽ ഇത് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ഇത് വൈറ്റും ഗ്രീനും റെഡും ആണ്. റോസിന് നമ്മൾ റെഡും ആണ് കൊടുക്കുന്നത്, ലീഫിന് ഗ്രീനും. ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം. ഇതിപ്പം നമുക്ക് കോട്ടൺ യാൺ വെച്ചിട്ടും നല്ല പോളിസ്റ്റർ യാൺ വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നോർമലായിട്ട് നമുക്ക് 10 രൂപയുടെ യാണാണ്. ആ യാൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സെറ്റിലും 3 ഡബിൾ ക്രോഷ്യ എന്നുള്ള ഈ ഒരു പാറ്റേൺ ഫസ്റ്റിൽ നമ്മൾ 2 എണ്ണം ചെയ്യും, ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ 1 ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ സെറ്റിലും 12 എണ്ണം കിട്ടും. അപ്പോൾ 12 സെറ്റ് അല്ല 3 എണ്ണം കിട്ടും. അങ്ങനെ 3 എണ്ണത്തിൻ്റെ 12 സെറ്റ് കിട്ടിക്കണമെന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ എനിക്കിവിടെ 12 സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത ഡി സിയുടെ ഇത് 3 ചെയിനാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്ത ഡി സിയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3rd റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് 4th റൗണ്ട് ചെയ്യാം. 4th റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ചെയിൻ ചെയ്യുക. ഈ ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഫസ്റ്റ് ഡി സി, ഈ ഫസ്റ്റ് ഡി സിയിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ഡി സിയിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. കഴിഞ്ഞ റൗണ്ട് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, ഇതാണ് ഫസ്റ്റ് ഡി സി. ഇതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത ഡി സിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഡി സി ചെയ്യാം. അടുത്ത ഡി സിൻ്റെ മുകളിലും നമുക്ക് ഒരു ഡി സി ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് 3 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പം ഫസ്റ്റിൽ 2 എണ്ണം ചെയ്തു, പിന്നെ സെക്കൻഡിലും തേർഡിലും 1 1 ചെയ്തു. 2 1 1 എന്നുള്ള പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം ചെയിൻ 1 ചെയ്യാം. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യയുടെ നേരെ ഈ ഒരു സ്പേസിലല്ല കേട്ടോ, ഡബിൾ ക്രോഷ്യയുടെ നേരെ നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ നേരെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് ഡബിൾ ക്രോഷ്യയുടെ നേരെ 1 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. താഴെ ചെയ്ത 3rd ഡബിൾ ക്രോഷ്യൻ്റെ നേരെ 1 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ ഈ റൗണ്ടിൽ 4 ഡബിൾ ക്രോഷ്യയുടെ സെറ്റാണ് കിട്ടുക. അത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് വീണ്ടും നമ്മൾ താഴെ ചെയ്ത ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ നേരെ ആ ഒരു സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ഡബിൾ ക്രോഷ്യയുടെ നേരെ 1 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3rd ഡബിൾ ക്രോഷ്യൻ്റെ നേരെ 1 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് ചെയിൻ 1 ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ എന്ന് പറഞ്ഞത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം വീഡിയോ കാണുക, എന്നിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ഓരോ റൗണ്ടും എഴുതി വെക്കുക. എന്നിട്ട് എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ ചിലപ്പം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും. ബിഗിനേഴ്സ് ആകുമ്പോൾ തെറ്റ് പറ്റാതെ നമുക്ക് പിന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. പിന്നെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് തൊട്ടിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. ലാസ്റ്റ് വരെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിഗിനർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം ഫുൾ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഓരോ റൗണ്ടും എഴുതി വെക്കുക. ഇപ്പോൾ ക്രോഷ്യ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവരും ഒരു നോട്ട് നിർബന്ധമായിട്ടും നിങ്ങളെ കയ്യിലുണ്ടാവണം. അപ്പോൾ ആ നോട്ടിൽ നിങ്ങൾ ഏതാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്കിൻ്റെ ഹെഡിങ് എഴുതി വെക്കുക. ഹെഡിങ് എഴുതി വെച്ചിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഹെഡിങ്, ഫ്ലവർ ഇപ്പോൾ കോസ്റ്റർ ആണെങ്കിൽ ടീ കോസ്റ്ററിന് ഹെഡിങ് എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് കാണുക. ആ ഫസ്റ്റ് റൗണ്ട് എഴുതി വെച്ചതിന് ശേഷം
ചെയ്ത് നോക്കുക. അതിനുശേഷം സെക്കൻഡ് റൗണ്ട് എഴുതി വെക്കുക, എന്നിട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റിൽ ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൗണ്ട് ചെയ്ത് നോക്കുക, നമ്മൾ ചെയ്തത് കറക്റ്റാണോ, ആ റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ക്രോഷ്യ വർക്കുകൾ നല്ല നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഒരുവിധ ആൾക്കാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, അവർ ശ്രദ്ധിക്കാതെ സ്റ്റിച്ചസ് അറിയാം. അപ്പോൾ അത് ഫസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെയെന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് നോർമൽ ആക്കിയിട്ടിട്ട് അവരിങ്ങനെ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കും. പിന്നെ ലാസ്റ്റിൽ ഈ ക്രോഷ്യേൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയ ഭാഗം നമുക്ക് മനസ്സിലാവുക. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ചെറുതാക്കും വലുതാക്കും ഒക്കെ ചെയ്യാം. പക്ഷേ ഇത് ക്രോഷ്യ ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് തൊട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെട്ട് ചെയ്തിട്ട് പിന്നെ റിമൂവ് ചെയ്യാറുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ റൗണ്ടിൽ നമുക്ക് 4 സ്റ്റിച്ചാണ് കിട്ടുക. അതിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 4 സ്റ്റിച്ചിൻ്റെ 12 സെറ്റാണ് നമുക്ക് ഈ റൗണ്ടിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൗണ്ട് ചെയ്ത് നോക്കുക, 4 സ്റ്റിച്ച് എല്ലാ ഇതിലും 4 സ്റ്റിച്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. 12 സെറ്റ് കിട്ടിക്കണമെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ എനിക്കിവിടെ 12 സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 ചെയിന് കൗണ്ട് ചെയ്യാതെ ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ തന്നെ ഇങ്ങനെ കിട്ടും. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത DCയുടെ നേരെ ടോപ്പിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ചെയ്ത DCയുടെ നേരെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത 3 സ്റ്റിച്ചാണുള്ളത്. ആ 3 സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. ഈ റൗണ്ടിൽ നമുക്ക് 5 സ്റ്റിച്ചാണ് ഓരോ സെറ്റിലും കിട്ടുക. 5 സ്റ്റിച്ചിൻ്റെ ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഫസ്റ്റ് സ്റ്റിച്ചിൽ മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ബാക്കി 3 സ്റ്റിച്ചിലും 1 2 ഫസ്റ്റിൽ മാത്രം ഇൻക്രീസിങ് ചെയ്യുക. ഫസ്റ്റ് 3 സ്റ്റിച്ചിലും നമ്മൾ 1 1 1 ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൽ 2 1 1 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ 3 ഡബിൾ ക്രോഷ്യ ആണ് നമുക്ക് താഴെ ചെയ്തതിന് ബാലൻസ് ഉള്ളത്. ആ 3 ഡബിൾ ക്രോഷ്യയുടെ മുകളിലും നമുക്ക് 1 1 1 ചെയ്ത് കൊടുക്കുക. ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ 5 ഡബിൾ ക്രോഷ്യേൻ്റെ സെറ്റാണ് കിട്ടുക. വീണ്ടും അത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ചെയിൻ 1 ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ നേരെ ടോപ്പിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യേൻ്റെ നേരെ ടോപ്പിൽ നമുക്ക് ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ഓരോ ചെയിനിലും ബാലൻസ് 3 ഡബിൾ ക്രോഷ്യ ഉണ്ടാവും. ആ 3 ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇതിൽ നമുക്ക് 5 ഡബിൾ ക്രോഷ്യൻ്റെ സെറ്റ് കിട്ടും. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യൻ്റെ നേരെ നമുക്ക് ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ബാലൻസ് 3 സ്റ്റിച്ച് ഉണ്ടാവും. ആ 3 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഈ റൗണ്ടിൽ മുഴുവനും ഉള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. 12 സെറ്റാണ് ഉണ്ടാവുക. 5 എണ്ണമാണ് ഓരോ സെറ്റിലും. 5 ഡബിൾ ക്രോഷ്യ ആണ് ഉണ്ടാവുക. ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ 5 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 എന്നുള്ള ആ ഒരു പാറ്റേൺ 12 1 2 3 4 5 6 7 8 9 10 11 12 12 സെറ്റ് ചെയ്തു. അതിന് ശേഷം ചെയിൻ 1 ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ നേരെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ എല്ലാ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ 2 എണ്ണം വെച്ചിട്ടാണ് ഇൻക്രീസിങ് ചെയ്യുന്നത്. ബാക്കി വരുന്ന 4 സ്റ്റിച്ച് ഉണ്ടാവും. 4 സ്റ്റിച്ചിലും 1 1 1 1 ചെയ്യാം. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യേൻ്റെ ഒരു സെറ്റാണ് കിട്ടുക. ഫസ്റ്റിൽ 2 എണ്ണം ചെയ്തു. പിന്നെ 4 1 1 1 ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നമുക്ക്
ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ബാലൻസ് നമുക്ക് 4 സ്റ്റിച്ചാണ് ഈ ഒരു താഴെ ചെയ്തതിലുള്ളത്. ആ 4 സ്റ്റിച്ചിലും നമ്മൾ 1 1 1 ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ടിൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യയുടെ സെറ്റാണ് ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യയുടെ സെറ്റും നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര വലിപ്പത്തിലും വേണമെങ്കിലും ഈ ഒരു റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ 2 എണ്ണം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു 1 2 3 4. അപ്പോൾ ടോട്ടൽ 6 സ്റ്റിച്ച് കിട്ടി. ചെയിൻ 1 ചെയ്യുക. yarn over ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ബാലൻസ് വരുന്ന സ്റ്റിച്ചിലൊക്കെ നമുക്ക് 1 1 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ആ ഒരു പാറ്റേൺ എഴുതി വെക്കുക. അതിന് ശേഷം നമുക്ക് എത്ര വലുപ്പത്തിന് ഒരു ടേബിൾ മേറ്റ് വേണമെങ്കിലും അല്ലെങ്കിൽ അതുപോലെ ഈ ഒരു ഇപ്പോൾ നമുക്ക് യാണ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് താഴെ ഇടുന്ന മാറ്റ് ഉണ്ടല്ലോ, ചവിട്ടിയൊക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ടിവിൻ്റെ മുകളിലൊക്കെ വിരിക്കാനും ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ട് വലിയ സൈസിൽ ചെയ്തിട്ട് വിരിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ ടേബിളിൽ റൗണ്ട് ടേബിൾ ആണെങ്കിൽ റൗണ്ട് ടേബിളിലൊക്കെ നമുക്ക് ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യുക. ബാക്കി വരുന്ന സ്റ്റിച്ചിലൊക്കെ 1 1 1 ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. അങ്ങനെ ഓരോ സ്റ്റിച്ചും ഇൻക്രീസ് ചെയ്ത് ഓരോ റൗണ്ടിലും ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഏത് വലുപ്പത്തിലും വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഒരു ടീ കോസ്റ്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര വലുപ്പമൊന്നും വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഇനി പ്ലേറ്റ് വെക്കാനുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ റൗണ്ട് ഇൻക്രീസിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ഓരോ റൗണ്ടിലും ഫസ്റ്റ് സ്റ്റിച്ചിൽ മാത്രം 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ബാക്കി വരുന്ന എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. അത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 12 ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമുക്ക് 12 സെറ്റാണ് ഈ ഒരു ഇതിൻ്റെ കിട്ടുക. അതിന് ശേഷം നമുക്ക് ഓരോ റൗണ്ടും ക്ലോസ് ചെയ്യുക. 12 സെറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്യുക. വീണ്ടും നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ബാലൻസ് വരുന്ന സ്റ്റിച്ചിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഇതിൽ നമ്മൾ ഈ റൗണ്ടിൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ ആണ് കിട്ടുക. 6 ഡബിൾ ക്രോഷ്യ കിട്ടിക്കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്തിട്ട് നമ്മളത് സെപ്പറേറ്റ് ആക്കുക. അങ്ങനെ ഇതിൻ്റെ 12 സെറ്റും കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 6 ഡബിൾ ക്രോഷ്യേൻ്റെ സെറ്റ് ഇങ്ങനെ 12 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 12 എണ്ണം ചെയ്തു. ചെയിൻ 1 ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു റൗണ്ട് മതി. ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 13 സെൻറ്റിമീറ്റർ ആണുള്ളത്. 13 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 5 ഇഞ്ച്. ആ ഒരു 5 ഇഞ്ച് രീതിക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇത് മെഷർമെൻറ്റ് വേണ്ടത് അത്രയും മെഷർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്തെടുക്കാം. എത്ര റൗണ്ടിൽ വേണമെങ്കിലും ചെയ്താൽ മതി. ചെയ്യുമ്പം ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് ഫസ്റ്റ് 3 ചെയിൻ ചെയ്യുക. പിന്നെ ഫസ്റ്റ് DCയുടെ ടോപ്പിൽ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. അതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര റൗണ്ടിൽ വേണമെങ്കിലും ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം യാണ് ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു യാണിനെ ഇങ്ങനെ മുന്നിലും ബാക്ക് സൈഡിലേക്ക് കൊടുത്തിട്ട് സൈഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ അക്രിലിക്കിൻ്റെ ഗ്രീൻ കളർ യാണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഏത് ഭാഗമായാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമുക്ക് കുറച്ച് ഡെയിലിൻ്റെ അധികം എടുത്തിട്ട് ചെയിൻ 1 ചെയ്യാം. നമുക്ക് സെയിം ചെയിനിൽ തന്നെ ഈ ഒരു അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 2 3 4 ചെയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം.
വീണ്ടും നമുക്ക് 1 2 3 4 ചെയിൻ ചെയ്യാം. 1 ഈ ഒരു ചെയിൻ 1 അതും നമ്മൾ കൗണ്ട് ചെയ്യാം. 1 2 3 4 ഫോർത്ത് ചെയിനിൽ അല്ല 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 4 ചെയിൻ ചെയ്യുക. ഇവിടുന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും 1 2 3 4 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ചെയിൻ 1 ചെയ്ത ചെയിൻ സ്പേസ് ആണ്. അവിടെ നിന്ന് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ 4 ചെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. 1 2 3 4 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 4 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ഒരു സിംഗിൾ ക്രോഷേ 4 ചെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിംഗിൾ ക്രോഷേൻ്റെ നേരെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സ്പേസിലാണ് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാം. നമുക്ക് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക ഈ സ്പേസിൽ. വീണ്ടും നമുക്ക് 1 2 3 4 ചെയിൻ ചെയ്യുക. ഇനി നമുക്ക് ഇവിടുന്ന് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനോ ചെയ്യാം. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 ചെയിൻ ചെയ്യുക. ഇനി സെയിം സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടുക. ഇനി അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാനോട് ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും 4 ചെയിൻ ചെയ്യുക. 1 2 3 4 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഞാനോട് ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടും. വീണ്ടും 1 2 ചെയിൻ ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ 1 2 3 4 ചെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 2 ചെയിൻ ചെയ്യുക. നമുക്ക് ഈ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ 4 ചെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് വീണ്ടും 2 ചെയിൻ ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഓരോ സ്പേസിലും നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 ചെയിൻ ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. വീണ്ടും നമുക്ക് അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ 1 2 3 4 ചെയിൻ 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ. വീണ്ടും 2 ചെയിൻ ഈ സ്പേസിലേക്ക് വീണ്ടും സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പാറ്റേൺ ആണ് കിട്ടുക. നെക്സ്റ്റ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ 1 2 3 4 അതിന് ശേഷം 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. 1 2 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ സ്പേസിൽ 1 സിംഗിൾ ക്രോഷേ 4 ചെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട്
ഒരു സ്ലീവ് സ്റ്റിച്ച് 2 ചെയിന് പിന്നെ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിംഗിൾ ക്രോഷ്യൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു സിംഗിൾ ക്രോഷ്യയിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യാണ് വലിച്ചിട്ട് ടൈറ്റ് ആക്കുക. എന്നിട്ടിങ്ങനെ മുകൾ ഭാഗത്തേക്കും താഴ്ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. ഇപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇത് ഫ്രണ്ട് സൈഡ്. ഇനി നമുക്കിതിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. റെഡ് കളർ ഫ്ലവർ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ റെഡ് കളറാണ്. ഏത് കളർ വേണമെങ്കിലും ചെയ്യുക, യെല്ലോ ഒക്കെ ചെയ്യുക. പക്ഷെ നമ്മളിവിടെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം റെഡാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ രണ്ട് ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലേക്കാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന രണ്ട് ലീഫിൻ്റെ സെൻറ്ററിലാക്കിയിട്ടാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, കുറച്ച് ഡെയിലിൻ്റെ അധികം എടുക്കുക. ഈ ഒരു സ്പേസ് ഫിംഗറിനോട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് എടുക്കുക. ഇനി നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 12 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടുന്ന് 1 2 3 4 ഫോർത്ത് ചെയിനിൽ യാണോർ ചെയ്യുക. ഈ ഫോർത്ത് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി സെയിം സ്പേസിൽ തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സെയിം സ്പേസിൽ 2 കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെയിം പാറ്റേൺ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള ആ ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെയിനിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ കേർവായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഫ്ലവർ പോലെ ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണേ. നമ്മളെ സ്റ്റിച്ച് സ്കിപ്പ് ആവാതെ നോക്കണം. അതുപോലെ തന്നെ ഓരോ ചെയിനിലും 3 സ്റ്റിച്ച് തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ലാസ്റ്റ് വരെ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ, അല്ല 3 ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ. 12 ചെയിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് ചെയിനിലാണ് നമ്മൾ ഫസ്റ്റ് 3 ഡബിൾ ക്രോഷ്യ ചെയ്തത്. പിന്നെ ബാക്കി എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എല്ലാ ചെയിനിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ റോസ് ഫ്ലവറിൻ്റെ ബഡ് പോലെ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് ചെയിനിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് 1 2 3 4 ചെയിൻ ചെയ്യുക. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത ഈ ഒരു ചെയിനിൽ, ഇവിടുത്തെ നമ്മൾ ലാസ്റ്റ് ചെയിനാണ്, ഈ ചെയിനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഹുക്കിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഈ
ഒരു ഫ്ലവർ വിട്ട് പോവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഒരു ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് യാണ് കട്ട് ചെയ്യാം. യാണ് കട്ട് ചെയ്തതിന് ശേഷം ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു യാണ് ഇങ്ങനെ ഉള്ളിൽ കൂടി എടുത്തിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ നേരത്തെ ടൈലിൻ്റെ എടുത്ത ഈ 2 യാണും തമ്മിലൊന്ന് കൂട്ടി കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, റോസ് ഫ്ലവറിൻ്റെ ബഡ്, ഒരു മുട്ട് പോലെയുള്ള ഒരു ഫ്ലവർ, ചെറുങ്ങനെ വിരിഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന ഈ ഒരു യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഫ്ലവർ ഉണ്ടാക്കാം. അടുത്ത ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ടൈലിൻ്റെ അധികം എടുക്കുക. അതിന് ശേഷം നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 ചെയിൻ സ്റ്റിച്ച് എടുത്തു. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ ഈ ഒരു ഫസ്റ്റ് ചെയിനിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. ഇനി അടുത്ത എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ എല്ലാ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് എല്ലാ ചെയിനിലും ഇങ്ങനെ ഒരു ഫ്ലവർ വെച്ചിട്ട് തിരിച്ചു വരാം. ഇനി ഇവിടെ ഈ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു ഫ്ലവർ ഇത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കാം. അതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 12 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ആ സെയിം സ്പേസിൽ തന്നെ 2 എണ്ണം കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഫുള്ളും ഇവിടെ നമ്മൾ ചെയ്തു, ഇത് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിൽ ഈ ഒരു ഭാഗത്ത് ചെയ്യുക. അങ്ങനെ അടുപ്പിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ സ്കിപ്പ് ചെയ്തിട്ട് ചുറ്റിലും ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിടവിട്ടിട്ടുള്ള ഈ ഒരു ഭാഗത്തും നമുക്ക് ഈ ഒരു സെയിം ഫ്ലവർ ചെയ്തിട്ട് ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ ചുറ്റിലും നമ്മൾ റോസ് ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിലും ഈ ഒരു കോസ്റ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് കളേഴ്സിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു റെഡും ഗ്രീനും വൈറ്റും ഈ ഒരു തീമും നല്ലൊരു അടിപൊളി തീമാണ്. ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഹാർട്ടിൻ്റെ ഷേപ്പെങ്കിലും ഇട്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.